കലിപ്പൻ ബോസും നാടൻ പെണ്ണും. രചന രസഗുള. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇന്നലെ രാത്രി കാറിൽ വെച്ച കലിപ്പൻ ബോസ് ആദ്യമായി തന്റെ മുന്നിൽ വെച്ച് ചിരിച്ചതും കൈ പിടിച്ചതുമൊക്കെ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു. അവൾ തന്റെ ക്യാബിനിലേക്ക് കയറാൻ പോകുമ്പോഴാണ് രാഹുലും വിവേകും അഖിലും സിദ്ധാർത്ഥും കൂടി അവളുടെ അടുത്തേക്ക് ഓടി വന്നത്. ഏയ് ശ്രീ, ഇന്നലെ രാത്രി ഇവിടെ എന്തൊക്കെയോ ബഹളം നടന്നല്ലോ. പവർ പോയപ്പോ നീ ലിഫ്റ്റിൽ പെട്ടുപോയി എന്നറിഞ്ഞു. ആകെ പേടിച്ചു പോയോ? അഖിൽ ആകുലതയോട് ചോദിച്ചു. പിന്നെ നമ്മുടെ ഹിറ്റ്ലർ CEO ആണല്ലോ നിന്നെ രക്ഷിക്കാൻ ഓടി വന്നെന്ന് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു. പുള്ളി നിന്നെ ചീത്തോല്ലാം പറഞ്ഞോ? രാഹുൽ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ശ്രീ തന്നെ വലിയ ജിമിക്കി കമ്മലുകളൊന്ന് കുലുക്കി പതുക്കെ ചിരിച്ചു. ഏയ്, അതൊക്കെ അത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങളുടെ ബോസിനെ വഴക്കൊന്നും പറഞ്ഞില്ല. പുള്ളി അത്ര വലിയ കാലിനൊന്നല്ലെന്ന് എനിക്ക് മനസ്സിലായി. ശ്രീയുടെ മറുപടി കേട്ട് പയ്യന്മാർ നാലും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. എപ്പോഴും ബോസിനെ കുറ്റം പറയുന്ന ശ്രീദുർഗ പെട്ടെന്ന് ട്രാക്ക് മാറ്റിയതിന്റെ കൗതുകം അവരുടെ മുഖത്തുണ്ടായിരുന്നു. ആൾ അവരോട് ചിരിച്ച് യാത്ര പറഞ്ഞ് തന്റെ ക്യാബിനിലേക്ക് കയറി. ബാഗ് മേശപ്പുറത്ത് വെച്ച് കസേരയിലേക്ക് ഇരുന്നപ്പോഴാണ് അമൻ തന്റെ റൂമിലേക്ക് കയറി പോകുന്നത് വൺ വേ ഗ്ലാസ്സിലൂടെ കണ്ടത്. പതിവ് പോലെ കറുത്ത കോട്ടും സ്യൂട്ടും അണിഞ്ഞ് ഗൗരവത്തിലാണ് വരുന്നത്. പക്ഷെ അന്ന് ശ്രീക്ക് അവനെ കണ്ടപ്പോൾ പഴയതുപോലെ പേടിയൊന്നും തോന്നിയില്ല. പെട്ടെന്ന് അവളുടെ ടേബിളിൽ നിന്ന് ഇന്റർകോം ഫോൺ ബെല്ലടിച്ചു. ശ്രീ പതുക്കെ ഫോൺ എടുത്തു. യെസ് സർ. ശ്രീദുർഗ, കം ടു മൈ ക്യാബിൻ. അമന്റെ ശബ്ദം കേട്ടു. പഴയ കടുപ്പമുണ്ടായിരുന്നെങ്കിലും അതിലൊരു ചെറിയ ശാന്തത ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ശ്രീധന്റെ ഡയറിയും എടുത്ത് അമ്മന്റെ ക്യാബിന്റെ വാതിൽ പതുക്കെ മുട്ടി. സർ, മേ കമിൻ? കമിൻ. ശ്രീ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവന് മുമ്പിൽ ചെന്ന് നിന്നു. അമൻ ഫയലിൽ നിന്ന് തലയുയർത്തി അവളെ നോക്കി. ഇന്നലത്തെ ആ പേടിയൊക്കെ മാറി അവൾ വീണ്ടും പഴയതുപോലെ കോൺഫിഡന്റ് ആയി നിൽക്കുന്ന കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ആശ്വാസം തോന്നി. ഇന്നലെ ഞാൻ തന്ന വലിയ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയോ? ആയി സർ, ഇതാ ഫയല്. ശ്രീ ആ വലിയ റിപ്പോർട്ട് മേശപ്പുറത്തേക്ക് നീക്കി വെച്ചു. ഞാനെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്ത സർ, ഒരൊറ്റ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും അതിലില്ല. ആളൊരൽപ്പം അഹങ്കാരത്തോടെ തലയാട്ടി പറഞ്ഞു. അവൻ ആ ഫയൽ വാങ്ങി പതുക്കെ പേജുകൾ മറിച്ചു നോക്കി. ഓരോ വരി അതീവ ശ്രദ്ധയോടെ അവൻ വായിച്ചു. അവൾ പറഞ്ഞ പോലെ തന്നെ ഒരു തെറ്റും വരുത്താതെ അതീവ കൃത്യതയോടെയാണ് അവൾ ആ ജോലി തീർത്തിരിക്കുന്നത്. ആൾക്ക് ഈ പ്രൊഫഷണൽ മിടുക്ക് ആ ഫയലിൽ വ്യക്തമായിരുന്നു. അവൻ പതുക്കെ ഫയൽ അടച്ചു വെച്ചു. എപ്പോഴും ജീവനക്കാരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാനുള്ള കലിപ്പം ബോസ് ഇത്തവണ കസേരയിൽ അല്പം മുന്നോട്ട് ആഞ്ഞിരുന്ന് സ്ത്രീയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ മുഖത്തെ ഗൗരവം കുറഞ്ഞു. ശബ്ദത്തിൽ വല്ലാത്തൊരു ആദരവ് നിറഞ്ഞു. ശ്രീദുർഗ, വളരെ നന്നായിട്ടുണ്ട്. എക്സലന്റ് വർക്ക്. ഞാൻ വിചാരിച്ചെങ്കിലും ഭംഗിയായിട്ട് താനിത് ചെയ്തിരിക്കുന്നത്. കൺഗ്രാചുലേഷൻസ്. അവൻ ദേവർമ്മയുടെ നാവിൽ നിന്നൊരു അഭിനന്ദനവും കൺഗ്രാചുലേഷൻസ് എന്ന വാക്കും ആദ്യമായി കേട്ടപ്പോൾ ശ്രീദുർഗ ശരിക്കും ഒന്ന് ഞെട്ടി. ഓഫീസിലെ ഹിറ്റ്ലർ എന്നെല്ലാവരും വിളിക്കുന്ന ബോസ് തന്നെ നോക്കി ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുമെന്ന് ആളൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പെട്ടെന്ന് അവളുടെ മുഖത്ത് ഒരു വലിയ ചിരി വിരിഞ്ഞു. ആളൊരു പ്രത്യേക ശൈലിയിൽ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക് യു സോ മച്ച് സർ. ഇപ്പൊ ഈ ശ്രീദുർഗയ്ക്ക് ലേശം വിവരമൊക്കെ ഉണ്ടെന്ന് സാറിന് മനസ്സിലായല്ലോ അല്ലേ? ആ കുസൃതി അറിഞ്ഞ ഡയലോഗ് കേട്ടതും അമന് ചുണ്ടിൽ വരാൻ പോയ ചിരി അവൻ കഷ്ടപ്പെട്ട് അടക്കി പിടിച്ചു. അവൻ വീണ്ടും ആ പഴയ ഗൗരവം മുഖത്ത് വരുത്താൻ ശ്രമിച്ച് കണ്ണി ചെറുതാക്കി അവളെ നോക്കി. കൂടുതൽ സംസാരിച്ച സമയങ്ങളെ തന്റെ ക്യാബിലേക്ക് പോകാൻ നോക്കി ശ്രീദുർഗ. ഇന്ന് വേറെ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. താ പോയി സർ. ശ്രീ ഒരു കള്ളച്ചിരിയോടെ തിരിഞ്ഞടന്നു. അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി നോക്കിയിരുന്ന അമ്മന്റെ മുഖത്ത് ഒടുവിൽ ആരും കാണാതെ വളരെ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ ജോലിയിലും ആളിലും കൊള്ളാമെന്ന് അവന്റെ മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ദിവസങ്ങളോ ആഴ്ചകളോ വളരെ പെട്ടെന്നാണ് കടന്നുപോയത്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി മുന്നോട്ട് പോയി. അവന്റെ കലിപ്പ സ്വഭാവത്തിൽ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും ശ്രീദുർഗയോട് സംസാരിക്കുമ്പോൾ അവന്റെ ശബ്ദത്തിൽ എവിടെയോ ഒരു പ്രത്യേക കരുതലും മൃദുത്വവും ഉണ്ടായിരുന്നു. ശ്രീയും അവളുടെ പതിവ് കുസൃതികളും തമാശകളുമായി ഓഫീസിൽ എല്ലാവരെയും പ്രിയങ്കരിയായി മാറി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം വൈകുന്നേരം ഹോസ്റ്റലിലിരിക്കുമ്പോഴാണ് ശ്രീക്ക് നാട്ടിൽ നിന്ന് അമ്മയുടെ കോള് വരുന്നത്. മോളെ ശ്രീ, ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്. പയ്യൻ കൊച്ചിയിൽ തന്നെയാ ജോലി ചെയ്യുന്നത്. നല്ല കുടുംബം, കാണാനും നല്ല ലുക്ക, നിനക്ക് കറക്റ്റ് ആയിരിക്കും. അമ്മ ഫോണിലൂടെ വളരെ ആവേശത്തോടെ പറഞ്ഞു. എന്നാൽ ശ്രീക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആളുടെ മനസ്സിലെവിടെയോ ആ കലിപ്പം ബോസ് അമൻ ദേവർമ്മയുടെ മുഖം വല്ലാതെ പതിഞ്ഞു പോയിരുന്നു. പുറമേക്ക് അവനെ കാലിൽ നിന്ന് വിളിച്ച് കളിയാക്കുമെങ്കിലും ഇരുട്ടിൽ തന്റെ കൈ പിടിച്ച് നടത്തിയ അമ്മനെ ആൾക്ക് മറക്കാൻ പറ്റിയിരുന്നില്ല. അയ്യോ അമ്മേ, എനിക്കിപ്പോ കല്യാണം വേണ്ട. ഞാൻ ഈ ജോലിയിൽ കയറിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ ഈ ആലോചനയും നോക്കേണ്ട, എനിക്ക് താല്പര്യമില്ല. ശ്രീ ഒറ്റയടിക്ക് ആലോചന നിരസിച്ചു. ഇതെന്താ മോളെ നീ ഇങ്ങനെ? വരുന്ന ആലോചനകൾക്ക് നീ ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെയാ? നീ എല്ലാത്തിനും ഇങ്ങനെ നിരസിക്കുകയാണെങ്കിൽ പിന്നെ നീ ആരെയെ കല്യാണം കഴിക്കാൻ പോകുന്നേ? അമ്മ ദേഷ്യത്തിലും സങ്കടത്തിലും ചോദിച്ചു. അമ്മ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും ശ്രീ തന്നെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോ പയ്യനെ കാണണ്ട, അത്രയേ ഉള്ളൂ അമ്മേ. അമ്മയുമായി ഫോണിൽ ചെറിയൊരു തർക്കം നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അപ്പുറത്ത് അച്ഛൻ ഫോൺ വാങ്ങിയത്. അച്ഛന്റെ ശബ്ദം കേട്ട് ശ്രീ ഒന്ന് ശാന്തിയായി. മോളെ ശ്രീ, അച്ഛൻ വളരെ സ്നേഹത്തോടെ വിളിച്ചു. അമ്മ പറഞ്ഞു നീ വെറുതെ ഒന്ന് കേൾക്ക്. ആലോചന വന്ന കുടുംബം വളരെ നല്ലതാ. നീ അവരൊന്ന് കാണാൻ മാത്രം റെഡിയായാൽ മതി. മോളെ വെറുതെ ഒന്ന് കണ്ട് സംസാരിക്ക്. കണ്ട് സംസാരിച്ചിട്ട് നിനക്ക് പയ്യനെ ഇഷ്ടമായില്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചേക്കാം. നമ്മൾ നിർബന്ധിക്കില്ല. അച്ഛന് വേണ്ടിയെങ്കിലും നീ ഒന്ന് സമ്മതിക്കും മോളെ. അച്ഛൻ അത്രയും സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ശ്രീക്ക് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല.
അച്ഛന്റെ വിഷമം കാണാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. ആൾ പതുക്കെ ഒരു നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ശരി അച്ഛ, അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് കാണാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിർബന്ധിക്കരുത്, കേട്ടല്ലോ? അത്രേ ഉള്ളൂ മോളെ, നീ സമ്മതിച്ചല്ലോ, ബാക്കി കാര്യങ്ങൾ അച്ഛൻ നോക്കിക്കോളാം. അച്ഛൻ സന്തോഷത്തോടെ ഫോൺ വെച്ചു. ഫോൺ കട്ട് ചെയ്ത ശേഷം ശ്രീദുർഗ കട്ടിലേക്ക് തിരിഞ്ഞു കിടന്നു. ആളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. അമ്മ ചോദിച്ച ചോദ്യം അവളുടെ കാതുകളിൽ മുഴങ്ങി. നീ എല്ലാത്തിനെയും നിരസിക്കുകയാണെങ്കിൽ പിന്നെ നീ ആരെയാ കല്യാണം കഴിക്കാൻ പോകുന്നേ? ശ്രീ പതുക്കെ കണ്ണുകൾ അടച്ചു. ആ ഇരുട്ടിൽ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കറുത്ത സ്യൂട്ടുമിട്ട് കരിപ്പ് ലുക്കിൽ നിൽക്കുന്ന അമ്മന്റെ മുഖമായിരുന്നു. താൻ എന്തിനാ എപ്പോഴും ഈ മനുഷ്യനെ ഓർക്കുന്നു? പുള്ളിക്ക് എന്നോട് വെറൊരു പിയോടുള്ള വെറും താല്പര്യം മാത്രമല്ലേ ഉള്ളൂ. ഞാൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയാണ്. ആൾ സ്വയം മന്ത്രിച്ചു. വീട്ടുകാർ പറയുന്ന പുതിയ പയ്യനെ കാണാൻ പോകുന്നതിൽ ആൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നെങ്കിലും അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ അവൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. അങ്ങനെ കട്ടിൽ കിടം തിരിഞ്ഞു മറിഞ്ഞ് അവൾ ഓരോന്നായി ചിന്തിച്ചു കൂട്ടി. തന്റെ മനസ്സിൽ അമ്മനോട് തോന്നിയ വല്ലാത്തൊരു ഇഷ്ടം ഒടുവിൽ അവൾ സ്വയം വിലയിരുത്താൻ തുടങ്ങി. ശ്രീദുർഗ, നീ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നു? അവൾ സ്വയം ചോദിച്ചു. യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവളുടെ ഉള്ളിൽ വലിയൊരു സങ്കടം വന്ന് നിറഞ്ഞു. ആൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, താൻ ഒരിക്കലും അമ്മൻ ദേവർമ്മയ്ക്ക് ചേർന്ന ഒരാളല്ല. അവൻ കൊച്ചി നഗരം ഭരിക്കുന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ്, വലിയ പണക്കാരൻ. എന്നാൽ താനും വെറുമൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് അവന്റെ ഓഫീസിൽ അവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന വെറുമൊരു PA മാത്രമാണ്. പണത്തിനും പദവിയിലും അവർക്കിടയിൽ വലിയൊരു ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരമുണ്ടായിരുന്നു. ആ പണക്കാരൻ CEO ഒരിക്കലും തന്നെ പോലൊരു സാധാരണ പെൺകുട്ടിയെ പ്രണയിക്കില്ലെന്നും അഥവാ തനിക്ക് തോന്നിയ ഇഷ്ടം പുറത്തറിഞ്ഞാൽ അത് തങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തെ ബാധിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു. ഇല്ല, ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണം. അവന്റെ ആ കലിപ്പുലുക്കും ആ നിരുട്ടിൽ എന്നെ ചേർത്ത് പിടിച്ചൊക്കെ ഞാൻ വെറുമൊരു സിറ്റുവേഷൻ കൊണ്ട് സംഭവിച്ചാണെന്ന് കരുതി മറന്നേക്കണം. ഐ ഷുഡ് ഫോർഗെറ്റ് അബൌട്ട് ഹിം. ആൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ചു. അവനെ തന്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായും അയച്ചു കളയാൻ അവൾ തീരുമാനിച്ചു. വരാൻ പോകുന്ന ആ കല്യാണാലോചനയിലെ പയ്യനെ കണ്ട് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ തന്നെ അവൾ ഉറപ്പിച്ചു. എങ്കിലും ആ ചിന്ത അവളുടെ കൺകോണുകളിൽ ഒരു ചെറിയ നനവ് പടർത്തിയിരുന്നു. അവൾ പതുക്കെ പുതപ്പ് തലവഴി മൂടി കിടന്നുറങ്ങി. അതേസമയം നഗരത്തിലെ മറ്റൊരു ഭാഗത്തുള്ള തന്റെ വലിയ ആഡംബര ബംഗ്ലാവിന്റെ ബാൽക്കണിയിൽ നിന്ന് അവനൊരു കോഫി കപ്പും കയ്യിലേന്തി ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ മനസ്സിൽ അപ്പോഴും ചിരിച്ചുകൊണ്ട് കാതിലെ ജിമിക്കി കമ്മലുകൾ കുലുക്കി നടക്കുന്ന ശ്രീദുർഗയുടെ ആ മുഖം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ PA തന്നിൽ നിന്ന് അകന്നു പോകാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചത് ആ കരിപ്പൻ ബോസ് അപ്പോഴും അറിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ശ്രീദുർഗ ലീവെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. ബസ്സിലിരിക്കുമ്പോഴും അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. വൈകുന്നേരത്തോടെ അവൾ വീട്ടിലെത്തി. വീട്ടിലെല്ലാവരും വലിയ തിരക്കിലായിരുന്നു. കാരണം പിറ്റേന്നാണ് ആ പയ്യനും വീട്ടുകാരും സ്ത്രീയെ പെണ്ണ് കാണാൻ വരുന്നത്. അച്ഛന്റെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ തന്റെ ഉള്ളിലെ സങ്കടം അവൾ പുറത്തു കാണിച്ചില്ല. പെണ്ണുകാണൽ ദിവസമായി രാവിലെ തന്നെ ശ്രീദുർഗ എഴുന്നേറ്റു. അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി അവൾ നന്നായി തന്നെ ഒരുങ്ങി. കസവ് ബോർഡുള്ളൊരു മനോഹരമായ കേരള സെറ്റും ഉണ്ടായിരുന്ന അവളുടെ വേഷം. കാതിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ വലിയ വെള്ളിക്കമ്മലുകളും അണിഞ്ഞു. കണ്ണുകളിൽ കരിയെഴുതി മുടി പതുക്കെ പിന്നിലേക്ക് ഒതുക്കി വെച്ചു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾ ശരിക്കും ഒരു നാടൻ സുന്ദരിയായി മാറിയിട്ടുണ്ടായിരുന്നു. ഒരുങ്ങിക്കഴിഞ്ഞ ശേഷം അവൾ ജനലരിയിലേക്ക് നടന്നു. പുറത്ത് പെയ്യാൻ നിൽക്കുന്ന ആകാശം നോക്കി നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് പതുക്കെ വീണ്ടും കൊച്ചിയിലെ ആ 12ാം നിലയിലേക്കും അവിടുത്തെ കലിപ്പൻ CEO സഞ്ചരിക്കാൻ തുടങ്ങി. ഇനി ഞാൻ വേറെ ആളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ പോവുകയാണ്. ഇനി ഒരിക്കലും ആ കലിപ്പൻ കണ്ണുകളിലേക്ക് എനിക്ക് നോക്കാൻ കഴിയില്ലായിരിക്കും. അവൾ അവന്റെ ചിന്തകളിൽ പൂർണ്ണമായും മുഴുകിപ്പോയി. അവൻ തന്റെ ഫയലുകൾ നോക്കുന്നു, അനാവശ്യമായി ദേഷ്യപ്പെടുന്നൊക്കെ ഓർത്ത് അവൾ എവിടെയോ നഷ്ടപ്പെട്ട് നിന്നു. മോളെ ശ്രീ. അമ്മയുടെ വിളി കേട്ടപ്പോഴാണ് ശ്രീ പെട്ടെന്ന് ആ ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്ന്. അമ്മ മുറിയിലേക്ക് വന്നതും ഒരുങ്ങി നിൽക്കുന്ന മകളെ കണ്ട അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്റെ മോളെ എന്തൊരു സുന്ദരിയായിരിക്കുന്നു. ദാ അവര് വന്നിട്ടുണ്ട്. താഴെ അച്ഛനോട് സംസാരിച്ചിരിക്കുക. നീ പതുക്കെ ചായം കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വാ. ദാ വരുന്ന അമ്മേ, ശ്രീ പതുക്കെ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അമ്മന്റെ ചിന്തകൾ മനസ്സിൽ നിന്ന് നിർബന്ധിച്ച് തുടത്തു മാറ്റാൻ ശ്രമിച്ച് കൈകൾ കൂട്ടിപ്പിടിച്ച് അവൾ പതുക്കെ മുറിക്ക് പുറത്തേക്ക് നടന്നു. ശ്രീദുർഗ പതുക്കെ താഴേക്ക് നടന്നു. അവളുടെ മനസ്സ് അപ്പോഴും ഭയങ്കര അസ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് തന്നെ തലയൊട്ടും ഉയർത്താതെ താഴേക്ക് മാത്രം നോക്കിയാണ് അവൾ പടവുകൾ ഇറങ്ങി വിരുന്നുകാരിയിരിക്കുന്ന ഹാളിലേക്ക് നടന്ന്. അപ്പോഴേക്ക് അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്ത് നിന്ന് ബ്രോക്കർ വലിയ ഉച്ചത്തിൽ സംസാരിക്കുന്ന അവൾ കേൾക്കാമായിരുന്നു. ബ്രോക്കർ പയ്യന്റെ കുടുംബത്തെ അച്ഛനെ പരിചയപ്പെടുത്തുകയാണ്. ദാ ഇതാ ചക്കൻ, ഇപ്പുറത്തിരിക്കുന്ന പുള്ളിയുടെ മുത്തശ്ശന. ഇത് ഇവന്റെ കൂടെ വന്ന ബെസ്റ്റ് ഫ്രണ്ടും. ആളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രീ പതുക്കെ അടുക്കള ഭാഗത്തു നിന്നു. അപ്പോൾ ആ വൃദ്ധനായ മുത്തശ്ശൻ വളരെ ഗാംഭീര്യമുള്ള എന്നാൽ സ്നേഹനിറഞ്ഞ ശബ്ദത്തിൽ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. മോളുടെ അച്ഛ, ഇവന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവന്റെ അച്ഛനും അമ്മയും പണ്ടൊരു വലിയ കാർ ആക്സിഡന്റിൽ മരിച്ചുപോയതാ. അതിനുശേഷം അവനെ വളർത്തിയത് ഈ നിലയിൽ എത്തിച്ചൊക്കെ ഞാനാ. കൂടെയുള്ള ഇവന്റെ സ്വന്തം സഹോദരനെ പോലെയുള്ള കൂട്ടുകാരനാ. അത് കേട്ടത് സ്ത്രീയുടെ ഉള്ളിൽ എന്തോ ഒരു മിന്നലടിച്ചു. അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചു, കൂടെയുള്ള ബെസ്റ്റ് ഫ്രണ്ട്. ഈ കഥ എവിടെയോ കേട്ട് ഭയങ്കര പരിചയമുള്ള പോലെ അവൾക്ക് തോന്നി. പക്ഷെ കൂടുതൽ ആലോചിക്കാൻ അവൾക്ക് സമയം കിട്ടിയില്ല. എന്നാ പിന്നെ മോളെന്ന് വിളിക്കാലോ അല്ലേ? ബ്രോക്കർ ചോദിച്ചു. പെട്ടെന്ന് ശ്രീദുർഗയുടെ അച്ഛൻ അമ്മയുടെ പേര് ഉറക്കി വിളിച്ചു. ദേവു, മോളോട് ചായ ഇട്ട് വരാൻ പറ.
അമ്മ മുന്നിൽ പലഹാരത്തട്ടുമായി നടന്നു. തൊട്ടുപുറകിലായി തല ഒട്ടുയർത്താതെ കൈകളിൽ ചായ ഗ്ലാസുകളുടെ ട്രേയും പിടിച്ച് ശ്രീദുർഗയെ ഹാളിലേക്ക് നടന്നു വന്നു. അവളുടെ കാതിലെ ജിമിക്കി കമ്മലുകൾ ആ പരിഭ്രമത്തിൽ പതുക്കെ കുലുങ്ങുന്നുണ്ടായിരുന്നു. അവൾ ആരെയും നിവർന്നു നോക്കിയില്ല. അവൾ പതുക്കെ ഓരോരുത്തർക്കായി ചായക്കപ്പിൾ എടുത്തു നൽകാൻ തുടങ്ങി. ആദ്യം മുത്തശ്ശിന് കൊടുത്തു. പുള്ളി ചിരിച്ചുകൊണ്ട് അത് വാങ്ങി. അടുത്ത ആ കൂട്ടുകാരൻ നേരെ നീട്ടി. ചായ വാങ്ങുമ്പോൾ ആ കൂട്ടുകാരൻ പതുക്കെ ഒന്ന് ചുമക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കി. അവസാനം അവൾ ആ പയ്യന്റെ മുന്നിലെത്തി. ആ മോളെ, ഇതാണ് ചെക്കൻ, ബ്രോക്കർ ഭയങ്കര ആവേശത്തോടെ പറഞ്ഞു. ശ്രീദുർഗ വളരെ പതുക്കെ ശ്വാസം അടക്കി പിടിച്ച് തന്റെ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി. പയ്യന്റെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ വട്ടത്തിൽ തുറിച്ചുപോയി. നെഞ്ചൊരൊറ്റ നിമിഷം കൊണ്ട് നിശ്ചലമായതുപോലെ തോന്നി. കറുത്ത ഷർട്ട് ധരിച്ച് ആ സോഫയിൽ നിന്ന് തന്റെ കടുത്ത മൂർച്ചയുള്ള കണ്ണുകളാൽ അവൾ തന്നെ നോക്കിയിരിക്കുന്ന മറ്റാരുമല്ലായിരുന്നു അവളുടെ സ്വന്തം കലിപ്പം ബോസ് അമൻ ദേവ് വർമ്മ. അവന്റെ തൊട്ടടുത്തിനും ചായ കുടിക്കുന്ന ആ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ എബി അവൾ നോക്കി ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. ശ്രീ ശരിക്കും അന്തം വിട്ടുപോയി. തറയിൽ നിന്ന് ഇളകാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി അവൾ. അവളുടെ കുസൃതി നിറഞ്ഞ മനസ്സ് ഈ അത്ഭുതം കണ്ട് വിറക്കുന്ന ശബ്ദത്തിൽ പതുക്കെ മന്ത്രിച്ചു. അമൻ സർ, എന്റെ ഈശ്വര, ഇതാണോ ചെക്കൻ? അവൻ തന്റെ കടുത്ത കണ്ണുകൾ ചെറുതാക്കി ആവശ്യമായ നോട്ടത്തോടെ അവളെ തന്നെ നോക്കിയിരുന്നു. അവന്റെ ചുണ്ടിൽ ആരും കാണാത്തൊരു ചിരി പതുക്കെ വിരിഞ്ഞു. ശ്രീദുർഗയുടെ അച്ഛനും അമ്മയും എബിയോടും മുത്തച്ഛനോടും സംസാരിക്കാൻ തിരക്കിലായിരുന്നു. അപ്പോഴാണ് പലഹാരം കഴിച്ചുകൊണ്ടിരുന്ന ബ്രോക്കർ പതുക്കെ അടുത്ത വഴി പൊട്ടിച്ച്, അല്ല മോളുടെ അച്ഛാ, വലിയവരും ചെറിയവരൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. എങ്കിലും ചെറുക്കനും പെണ്ണും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാൻ കാണുമല്ലോ അല്ലേ? ആ ഒരു തനിയിരുന്നൊന്ന് സംസാരിക്കട്ടെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.